ഫൈനലി ഗൈസ് നമ്മൾ വയനാട് കയറിയിരുന്നു. ചുരത്തിൽ ഒരു ആക്സിഡൻറ്റ് നടന്നുകൊണ്ട് ഭയങ്കര ഹെവി ബ്ലോക്കായിരുന്നു. കോലൊന്നും ശ്രദ്ധിക്കരുത്, ചത്തിട്ടിരിക്കും. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് സൈഡിൽ ഇങ്ങനെ നിർത്തിയേക്കുവാണ്. തല ഇറങ്ങിയിട്ട് വയ്യ ഫുഡ് കഴിക്കാൻ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. കണ്ടില്ലേ അങ്ങ് ദൂരെ ഒരു സംഭവം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു വ്യൂ പോയിൻ്റിലാണ്. പിന്നെ അത് എന്നൂർ എന്ന് പറയുന്നൊരു വില്ലേജ് പോലെയാണ്, ഉള്ളിലോട്ട് ട്രൈബ്സിൻ്റെ ഒക്കെ. അപ്പോൾ അവിടെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ജീപ്പിൽ പോവാം. അപ്പം നമ്മൾ ജീപ്പ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സംഭവം. അപ്പം അവിടെ ഉള്ളിൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ജീപ്പിന് വേണ്ടി ഉള്ളിലാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഈ ജീപ്പിലാണ് വരുന്നത്. നമുക്ക് ടോക്കൺ അനുസരിച്ച് അവർ നമ്മളെ വിളിക്കും. അങ്ങനെയാണ് പോകുന്നത്. കേട്ടോ നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. നമുക്കിത് കയറാമേ. ജീപ്പ് കയറിയിട്ടുണ്ട്, നമ്മൾ പോവാണേ. ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ പ്രൈവറ്റ് വെഹിക്കിൾ അലൗഡ് അല്ല. ഇവിടുത്തെ ഹെറിറ്റേജിൻ്റെ ജീപ്സും ഒക്കെ മാത്രമേ പോയുള്ളൂ. കുറച്ച് ടാസ്ക് പിടിച്ച റൂട്ടാണ് കേട്ടോ. കുറച്ച് നല്ല കേൾക്കുന്നൊക്കെ ഉണ്ട് ഉള്ളിലോട്ട് വരുമ്പോൾ. സീനിക് വ്യൂ ഗൈസ്, സീനിക്. നമ്മൾ അതിന് ഉള്ളിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ടില്ലേ, അവിടുന്ന് എൻ്റെ എൻട്രൻസ്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ നല്ല ക്ലൈമറ്റാണ്. നമ്മൾ പൊതുവേ നല്ല ചൂടല്ലേ, നമുക്ക് ഇവിടെ കുറച്ച് പൊക്കത്തിലാണ്. നല്ല അധികം പൊക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല തണുപ്പുണ്ട്. പക്ഷേ ഓവർ തണുപ്പാണെന്ന് ചോദിച്ചാൽ അല്ല, ചെറിയ രീതിയിൽ നമുക്ക് നല്ല കാറ്റുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ ഒരു ചെയർ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടുത്തെ വ്യൂ ഇങ്ങനെ ആസ്വദിക്കാനായിട്ട്. ഉണ്ടോ ഈ ട്രൈബൽ വില്ലേജിൻ്റെ ഒരു ഇതാണ്. അവരിവിടെ ആർട്ട് ഒരു ഡ്രോയിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് ആണല്ലേ. 2022 ചെയ്തത് കേട്ടോ. കണ്ടില്ലേ, 5 വയസ്സ് തൊട്ട് 12 വയസ്സുള്ളവർക്ക് മാത്രമാണ് ഇത്. എന്നാലും ഇവിടെ സ്നേക്ക് ആൻഡ് ലാഡറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇതിൽ. ഇതുണ്ടോ, ഇതാണ് ട്രൈബ്സിൻ്റെ പണ്ടത്തുള്ള രീതിയിൽ ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഹട്ട്. ഇതൊക്കെ ഇവിടുത്തെ ഹട്ടാട്ടോ, ഒരു പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഈ വീലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. 20 ഇതിനാണ് ചാർജ്. ഇതൊക്കെ ട്രൈബൽസിൻ്റെ കാർഷികപരമായ കാര്യങ്ങളാണ്. ഇവിടെ ഇങ്ങനെയെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ പോവാണ്. ഇനി നെക്സ്റ്റ് പാർട്ട് ബൈ ഗൈസ്. ഇവിടെ നമ്മൾ കുറച്ച് ബ്ലോക്കിലായിരുന്നു. കാര്യം ഞെട്ടിത്തരിക്കും. പാമ്പ്, റോഡിലൊരു പാമ്പ്, അനാക്കോണ്ടയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു റോഡിൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതാണ് അനാക്കോണ്ട ആണ്. ഇവിടെ ആമസോൺ കാടുകളാണ് ഈ സൈഡിൽ. അതുകൊണ്ട് അനാക്കോണ്ടയാണ് ഇറങ്ങിയിരിക്കുന്നതെന്നാണ് കിട്ടിയ വിവരം. അടുത്ത എക്സ്ക്ലൂസീവ് ന്യൂസിനായി എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. വല്ല പെരുമ്പാമ്പ് വല്ല മാനിനെയോ വല്ലതും തിന്നിട്ട് കിടക്കുമായിരിക്കും. തിന്നിട്ട് അനങ്ങാൻ പറ്റാതെ എവിടെ കാണാൻ കിടക്കുമായിരിക്കും. ഇവിടെ നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ അക്കോമഡേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് നാളെ രാവിലത്തേതായിരിക്കുമേ. താഴേന്ന് ഞാൻ പറക്കിയതാണ്. ഇതാ ഇതിൻ്റെ ഈ മാവിന് മുകളിൽ നിന്ന് വീഴുന്ന നല്ല പഴുത്ത മാങ്ങ.
നാട്ടുമാങ്ങ സൂപ്പർ. നമ്മൾ മാങ്ങയൊക്കെ പറക്കി രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ വെളുപ്പിന് തന്നെ ഇറങ്ങി, എന്നാലും നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ വിശദീകരിച്ച് കണ്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് റിലാക്സായി പോകണമെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു. പക്ഷേ ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റായി. എന്നാലും കാരണം ഇന്നലെ ലേറ്റായി വന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കാപ്പിത്തോട്ടാണ്. ഇവിടെ അടുത്തൊരു ജംഗിൾ സഫാരി ഉണ്ടായിരുന്നു. നമ്മളതിന് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ലേറ്റായി. അപ്പോഴത്തേക്ക് ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു. പിന്നെ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് അതിന് പറ്റിയില്ല പോകാനായിട്ട്. അപ്പം ഇപ്പം നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ തന്നെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, പിന്നെ ബാക്കി പരിപാടി നോക്കുക, അതാണ്. ഹായ് ഗൈസ്, അപ്പം ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങൾ കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പം അവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി, കാത്തിർ. അവിടെ കഴിക്കാവുന്നതാണ്. കാണാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ നമ്മൾ അടുത്ത് ഇറങ്ങിയപ്പോൾ കണ്ടൊരു റെസ്റ്റോറൻറ്റ്. ഇതാണ് ഇവിടുത്തെ ഏരിയ. പുട്ടുകടല ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പുട്ടും കടലയും കഴിക്കാം. രാവിലെ ആയതുകൊണ്ട് ഇവിടെ എല്ലാം മൂപ്പണങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പുട്ടും കടലയും കഞ്ഞിയും ഉള്ളതെന്നാണ് പറഞ്ഞത്. കേട്ടോ കട. അപ്പോൾ നമ്മുടെ പുട്ടുകടലൊക്കെ ഇപ്പോൾ വരും. ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് രാവിലെ ഒരു തുറക്കം വെച്ചിട്ട് ലേറ്റായി പോയെന്ന് പറഞ്ഞു. നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ ചേച്ചിയാരൊക്കെ. ഇവിടെ നമ്മളൊരു ഹോംലി ഫീലായിട്ട് നമുക്ക് കിട്ടും. വെട്ടമില്ലല്ലോ ഗൈസ്. സെബായും അമ്മയും കൂടെ സ്റ്റണ്ണ് എടുത്തതാണ്. ഇത് മുളയൊക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലേ ഉള്ള നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. നല്ല ചൂട് പറക്കണ പുട്ടും കടലയും. ഉറക്കത്തിന് ക്ഷീണമാണെന്ന് തോന്നുന്നു. എന്തോ ഒരു അപാകതയുണ്ട് മനസ്സിലല്ല മുഖത്ത്. അപ്പം നമ്മൾ പുട്ടും കടലൊക്കെ കഴിച്ചു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണേ. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കലാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കുറുവ ഐലൻഡാണ്, കുറുവ ദ്വീപ്. അപ്പം അവിടോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇനി കുറുവ വിശേഷമായിട്ട് കാണാം.